അപ്പൊ നമ്മള് കടയ്ക്ക് തിരുവാതിര ആയിക്കഴിഞ്ഞു. അതേ, കടയ്ക്ക് തിരുവാതിര ആയിക്കഴിഞ്ഞു. നമ്മൾ കുത്തിയോട്ടത്തിനൊക്കെ പോയിട്ട് വന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെ ജാനൂസ് ഒരുങ്ങി റെഡിയായി നിൽക്കാൻ പോകല്ല നിൽക്കുകയാണ്. അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് ആശാട്ടി. അങ്ങനെ ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ മാറി പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടിനായിട്ട് ഒരുങ്ങിയൊക്കെ നിന്നതാണ്. പക്ഷേ ആദ്യം കുറച്ച് എന്തൊക്കെയോ ഭാവങ്ങളൊക്കെ ഇറക്കി നിൽക്കുകയാണ് കേട്ടോ. ചിരിക്കാൻ പറഞ്ഞ ഒരു പുച്ഛച്ചിരിയാണ്. അങ്ങനെ ചിരിച്ച് ലാസ്റ്റ് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. കണ്ടോ, ദേഷ്യഭാവത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. ഏതാ ഭാവം? ഞാൻ പടി അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ലാസ്റ്റ് നല്ല പിക്സൊക്കെ കിട്ടി. അങ്ങനെ കള്ളിപ്പണി ചിരിച്ച് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോകാനൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ അമ്പാടി ഡ്രസ്സൊക്കെ മാറിയെങ്കിലും മുഖത്തെ ആ ചുട്ടി കുത്തിയതൊന്നും മാച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കിടക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുക്കാനാണ് എന്ന് കരുതിയൊക്കെയാണ് ആ സ്റ്റൈലിലൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഫോട്ടോ അല്ല, വീഡിയോ ആണ് എടുത്തത്. അങ്ങനെ അവർ പോയിട്ട് വന്നു. അങ്ങനെ ഞങ്ങളുടെ സദ്യയൊക്കെ റെഡിയായി കേട്ടോ. ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും സദ്യയൊക്കെ റെഡിയായി. അങ്ങനെ വിളമ്പൽ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെ കഴിക്കാനായിട്ട് റെഡിയായി. ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഓണത്തെക്കാളിലും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഉത്സവത്തിനാണ്, കടയ്ക്കൽ തിരുവാതിരയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മയാണ് കേട്ടോ. 2 പേരുണ്ട്, ഒരാളവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എഴുന്നള്ളത്താണ്. എഴുന്നള്ളത്ത് പോയി കഴിഞ്ഞാണ് അവിടെ അമ്പലത്തിൽ കുതിര എടുക്കുന്നത്. അപ്പോൾ എടുപ്പ് കുതിരയാണ് കേട്ടോ, രഥമല്ല. ചിലയിടങ്ങളിലൊക്കെ രഥത്തിൽ വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് ഓരോ കരക്കാരും ചേർന്ന് തോളിൽ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കതിര് കാളയാണ്. മുമ്പൊക്കെ കതിര് കാളയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതവിടെ ചെന്നാൽ, അമ്പലത്തിൽ ചെന്നാൽ മാത്രമേ നമ്മുടെ കുതിര എടുക്കത്തുള്ളൂ. ഞങ്ങൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞു കുതിരെടുപ്പ് കാണാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ അതിന് മുമ്പൊരു ട്രാൻസ്ഫർമേഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. നടന്നാണ് പോകുന്നത് കേട്ടോ. ഒരു 10-15-20 മിനിറ്റോളം നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരല്ല, കുഞ്ഞമ്മയും പിന്നെ അമ്പാടിയും എൻ്റെ നാത്തൂനും അതുപോലെ ആ ചേട്ടൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മുമ്പേ പോയി. അമ്മ വന്നില്ല. അമ്മയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മ വന്നില്ല. ഞങ്ങളുടെ അമ്മമാരൊന്നും വന്നിട്ടില്ല. പിന്നെ കുഞ്ഞമ്മ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ അടുത്തെത്തി. ആ കാണുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയാണ് കേട്ടോ. അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് പറയുമ്പോൾ ശിവനും പാർവതിയും എന്നാണ് നമ്മൾ ഒരു ഐതിഹ്യം പറയുന്നത്. പിന്നെ ഒരു സങ്കല്പം. പിന്നെ ഇതാണ് നമ്മുടെ എടുപ്പ് കുതിര. അത് കയറി പോകുന്നത് രഥം വലിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഓരോ കരക്കാരും ചേർന്ന് തോളിലേറ്റിയാണ് കൊണ്ടുപോകുന്നത്. അത്രത്തോളം വെയിറ്റ് അവർ വ്രതമൊക്കെ നിന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നെടുക്കുമ്പോൾ അമ്പാടി പറഞ്ഞ് എന്താന്ന് വെച്ചാൽ, അമ്പാടി വ്രതം നിന്നില്ലേ, പിന്നെ അമ്പാടി എന്താ എടുക്കാത്തേന്ന്. കുത്തിയുടെ വ്രതമാണ് നിന്നത്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, ശീതൾ, ശ്രീവീണ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരൊക്കെ ഒന്ന് ഒരുമിച്ച് കിട്ടുന്നത്. അങ്ങനെ ഓരോ ഒത്തുചേരലുകൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ കാണാറില്ല. ഇത് അപൂർവം കണ്ടു കിട്ടിയതാണ് 2 പേരും ഒരുമിച്ച്. ഇത് അവളുടെ മോളാണ്. റെഡ് ചുരിദാറിട്ട് ശ്രീവീണയാണ്, മറ്റത് ശീതൾ. അപ്പോൾ 2 പേര്, നമ്മൾ 3 പേരെയും ത്രിമൂർത്തികളെന്നാണ് അറിയപ്പെട്ടിരുന്നത് ക്ലാസ്സിൽ. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ഒന്നും സെറ്റായിട്ടില്ല ഇതുവരെ. അത് ഉടനെ വരും. അങ്ങനെ രാത്രിയായി, കെട്ടുകാഴ്ചയുടെ സമയമായി. കെട്ടുകാഴ്ച എന്ന് പറയുമ്പോൾ ചിലയിടങ്ങളിൽ കെട്ടുകാഴ്ച എന്ന് പറയുന്നത് കുതിര അങ്ങനെയുള്ള സംഭവങ്ങളെയാണ്. അതായത് എടുപ്പ് കുതിര അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കെട്ടുകാഴ്ച എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുരാണ കഥകളിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, ആ ഒരു രൂപങ്ങൾ കെട്ടി അവതരിപ്പിക്കുക എന്നത്. അതിൽ ചലനങ്ങളും അതുപോലെ തന്നെ നിശ്ചലമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ആണ് അവരവതരിപ്പിക്കുന്നത്. അങ്ങനെ
ഇത് ഒരു ദേവിയുടെയാണ്, കഥയുണ്ട്. കഥയും അതിൻ്റെ കൂടെ തന്നെ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ ചെണ്ടമേളങ്ങൾ, അങ്ങനെ അതുപോലെ തന്നെ ചിങ്കാരി മേളം, പിന്നെ ഇതുപോലെ തെയ്യം, അങ്ങനെ പല കലാരൂപങ്ങളും ഇതിൻ്റെ കൂടെ അരങ്ങേറുന്നുണ്ട്. അവിടെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ പെൺപുലികൾ ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ, ഗേൾസും കുട്ടികളും ഒക്കെ ഇറങ്ങി തുള്ളാറുണ്ട്. ആൺപിള്ളേർക്ക് മാത്രം തുള്ളിയാൽ പോരല്ലോ അല്ലേ, ഞങ്ങൾക്ക് തുള്ളണ്ടേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹമൊക്കെ കടിച്ചു പിടിച്ച് അമർത്തി പിടിച്ചൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ കെട്ടിയാഴ്ച അവിടെ നിന്ന്, നമ്മുടെ കരക്കാരുടെ കെട്ടിയാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവർ പോവാൻ തുടങ്ങുന്ന ആ സമയത്ത് ഞങ്ങളും കൂടെ കൂടത്തുള്ളി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചായിരുന്നു കൂടെ ചെല്ലാൻ, പക്ഷെ ഞങ്ങൾ ചെന്നില്ല. ഞങ്ങൾ അവിടെ നിന്നാണ് ബാക്കി കെട്ടിയാഴ്ചകളെല്ലാം കണ്ടത്. അപ്പം നമ്മുടെ കെട്ടിയാഴ്ച അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മളവിടെ കുറച്ച് ദീപാലങ്കാരങ്ങളല്ലോ, മറ്റേ ദീപാവലിക്ക് പൊട്ടിക്കുന്ന സംഭവങ്ങളില്ലേ, അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കമ്പമൊന്നും അല്ല കേട്ടോ, മാലപ്പടക്കമല്ല. മാലപ്പടക്കം പൊട്ടിക്കും, പക്ഷേ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഞങ്ങളുടെ കടയുടെ മുകളിലായിരുന്നു അത് വെച്ചത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട സംഭവം. നമ്മുടെ മത്താപ്പും അല്ല, മറ്റേ കമ്പമല്ല, അല്ലാത്തൊരു സാധനം. അപ്പോൾ ഇതാണ് കേട്ടോ പൊട്ടുന്നത്. അങ്ങനെ അതൊരു 3-4 ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ കെട്ടിയാഴ്ച പോയത്. ഇത് 3-4 എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കെട്ടിയാഴ്ച അവിടെ നിന്ന് പോകാൻ കുഞ്ഞമ്മ എന്തിനാ തല കൈ പിടിച്ചിരിക്കില്ലെന്ന് ഞാൻ ആലോചിക്കുക. അപ്പോൾ അതവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ കെട്ടിയാഴ്ച ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കരക്കാരുടെ കെട്ടിയാഴ്ചയാണ് ഇത്. നമ്മുടെ തൊട്ടടുത്ത കരക്കാരുടെ കെട്ടിയാഴ്ചയാണ് കേട്ടോ ഇത്. ഇതാണ് കെട്ടിയാഴ്ച. ഇതിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത കരക്കാരെത്തിക്കഴിഞ്ഞു. ഇതാരായി സ്ലോ മോഷനിൽ പോകുന്നതെന്ന് മനസ്സിലായോ? അതെ, നമ്മുടെ സ്വന്തം അരുൺ സാറാണ് കേട്ടോ. അപ്പം അടുത്ത കരക്കാരവരായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ 3ാമത്തെ ആയി. അങ്ങനെ 7 കെട്ടിയാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവിടെ നിന്ന്. ടോട്ടൽ ഒരു 10-24 കെട്ടിയാഴ്ചകളോളം ഉണ്ട്. ഞങ്ങളുടെ അവിടെ നിന്നാൽ ഇത്രയും കാണാം. കോപ്പിറൈറ്റ് ഒക്കെ വരുന്നത് കൊണ്ട് അധികം സോങ്ങൊന്നും കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ കുഞ്ഞു ചാനലാണ്, ചിലപ്പോൾ പെട്ടെന്ന് കൂട്ടിപ്പോയേക്കാം. അങ്ങനെ ഇതായിരുന്നു അവിടെ നിന്ന് വന്ന് കെട്ടിയാഴ്ച കേട്ടോ. 2 ഉണ്ടായിരുന്നു. ഒന്ന് ഇതും ഒന്ന് കൃഷ്ണനും രാധയായിരുന്നു കേട്ടോ. അങ്ങനെ അത് പോയി കഴിഞ്ഞാൽ അടുത്ത കെട്ടിയാഴ്ച എത്തി. ഇത് അടുത്ത കരക്കാരുടെ കെട്ടിയാഴ്ചയാണ് കേട്ടോ. ഇതായിരുന്നു അവരുടെ കെട്ടിയാഴ്ച. അങ്ങനെ അടുത്ത കരക്കാരെത്തി. അടുത്ത കരക്കാരുടെ ചെണ്ടമേളമാണ്. ഇതാണ് ഇവരുടെ കെട്ടുകാഴ്ച. അങ്ങനെ അത് പോയി കഴിഞ്ഞിട്ട് അടുത്ത കരക്കാരെത്തി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള വേഷങ്ങളൊക്കെ കെട്ടി ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നാരദനുണ്ട്, പിന്നെ കാലനാണോ ദൈവമേ,
അങ്ങനെ കുറച്ച് രൂപങ്ങളല്ല, വേഷങ്ങൾ കെട്ടി നൃത്തം ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. ശിവനും പാർവതിയൊക്കെ ആയിരുന്നു മിക്കപ്പോഴൊക്കെ, പക്ഷേ ഇതിൽ ശിവനുണ്ടോ, ശിവനില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറച്ച് സ്ത്രീ വേഷങ്ങളൊക്കെ കെട്ടി അങ്ങനെ ആ ഒരു അവരുടെ നൃത്തച്ചുവടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. നാരദനുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടതെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെണ്ടമേളവും ഉണ്ട്. ഇതാണ് ഇവരുടെ കെട്ടുകാഴ്ച. അത് കണ്ടാൽ നമുക്ക് തോന്നും അഗ്നിയാണെന്ന്. പക്ഷേ കത്തിയില്ല. ഞാൻ വിചാരിച്ചു മാവ് കത്തുമെന്ന്, പക്ഷേ അത് കത്താത്ത അഗ്നിയാണ്. അത് എനിക്കറിയാമല്ലോ, അത് തുണിയൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്നതാണ്, ആർട്ടിഫിഷ്യൽ. ഇതും നല്ലൊരു കെട്ടുകാഴ്ചയായിരുന്നു കേട്ടോ. ഇതൊരു ചലനമാണ്. ഇത് ഞാൻ കുറേ നേരം ആ ഒരു ദേവിയുടെ മുഖത്ത് നോക്കി നിന്നൊരു കെട്ടുകാഴ്ചയാണ്. നല്ല ഭംഗിയുള്ളൊരു മുഖമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ രൂപങ്ങളൊക്കെ ഉണ്ട്. ഇതിനെന്ത് രൂപങ്ങളാണെന്നൊന്നും എനിക്കറിയത്തില്ല, പറഞ്ഞു തരാൻ. നിങ്ങളതിനെ കണ്ടോളൂ കേട്ടോ. ഇന്ദ്രദേവാദികളും സപ്തർഷികളും അമ്മ മഹാമായ പാർവതി ദേവിയിൽ അഭയം പ്രാപിച്ചു. ഇന്ദ്രദേവാദികളുടെയും സപ്തർഷികളുടെയും ദയനീയത മനസ്സിലാക്കിയ ദേവി ആ കണ്ണുകളൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചലിക്കുന്നതെന്ന് കണ്ടോ. ഇതൊക്കെ ചലനങ്ങളാണ് കേട്ടോ. അത് അവർ തന്നെ അതിനുള്ളിൽ നിന്നൊക്കെ ചെയ്യുന്നതാണ്. സംഭവം എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വന്ന കലാരൂപങ്ങളാണ് ഇതൊക്കെ. ഇതവർ ഓരോ പാട്ടിനനുസരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക രീതിയിൽ അവർ നൃത്തം ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത കരക്കാരെത്തി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണോ എന്ന് എനിക്കറിയത്തില്ല. പ്രത്യേക രീതിയിൽ നൃത്തം ചെയ്തിട്ടൊക്കെയാണ് അവർ ചെണ്ടമേളമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതും പോയി കഴിഞ്ഞ് ഞങ്ങളുടെ അവസാനത്തെ കെട്ടുകാഴ്ച എത്തിക്കഴിഞ്ഞു. ഇതൊരു കുഞ്ഞു കെട്ടുകാഴ്ചയാണ് കേട്ടോ. ആ കസേരയിലിരിക്കുന്ന ആ കുഞ്ഞു പയ്യനാണ് ഇത് ചെയ്തത്. അവൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ കെട്ടുകാഴ്ചയൊക്കെ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛനൊരു ആർട്ടിസ്റ്റായിരുന്നു, കെട്ടുകാഴ്ചയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇതുപോലെ അവൻ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവർ ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് പഠിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ഒരു ആഗ്രഹമാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, ഇതിനേക്കാൾ ചെറുത്. എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെയൊക്കെ ഒരു പുരോഗമനമൊക്കെ വന്നിട്ടുണ്ട് അവന്. അപ്പം നന്നായിട്ടുണ്ട്. എന്തായാലും മാമോൻ വലുതാകുമ്പോൾ നല്ലൊരു അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റ് ആവട്ടെ അല്ലേ. ഇങ്ങനെയുള്ളവരെയൊക്കെ ഇപ്പോഴേ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പായ കടയ്ക്ക് തിരുവാതിര ഇന്ന് അവസാനിക്കുകയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നാണ് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, വിശിഷ്ട അതിഥികളും കലാകാരന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ പുറകെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ കാണുക. ടാറ്റാ.